എന്താണ് വിദ്യാഭ്യാസം? എന്തിനാണ് വിദ്യാഭ്യാസം? നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി ശരിയാണോ? വിദ്യാഭ്യാസ മന്ത്രി എന്തേ മാറി ചിന്തിക്കാത്തത്? നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എന്തേ യൂറോപ്യൻ കൺട്രികളിലേക്ക് പോകുന്നത്? ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഈ LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്? അത്രയ്ക്ക് ആവശ്യമുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്ക് മാതാപിതാക്കളായ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ പണ്ട് വേണ്ട, നമ്മൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സൈൻ തീറ്റ, കോസ് തീറ്റ, ആവശ്യമില്ലാതെ പഠിച്ചു കയറ്റിയിട്ടുള്ള വർഷങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഫീൽഡുകൾ ഉണ്ടാവും. ആ ഫീൽഡുകൾക്ക് മാത്രമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ എന്താണ് പ്രശ്നം? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനൊരു നേഴ്സാണ്. എൻ്റെ നേഴ്സിംഗ് ഫീൽഡിൽ ഈ പറഞ്ഞ മാത്സിൻ്റെ ആവശ്യങ്ങളോ ഈ പറഞ്ഞ ഒത്തിരി വലിയ കാര്യങ്ങളായ ഈ ലസാഗു, സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനത്തെ കാര്യങ്ങളുടെ ആവശ്യമോ അതുപോലെ ഹിസ്റ്ററിയുടെ, ജോഗ്രഫിയുടെ ഒന്നും ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറച്ച് അവരുടെ തല ഇങ്ങനെ ബ്രെയിനൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നതിനേക്കാളും ഭേദം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെറുപ്പത്തിലേ പഠിപ്പിച്ച് പിന്നെ അവർ എന്തെങ്കിലും ഡിഗ്രി ഏത് വിഷയമാണോ എടുക്കുന്നത്, അവർക്ക് തിരിയാൻ താല്പര്യമുള്ള ഫീൽഡ് ഏതാണോ അങ്ങോട്ട് മാറുമ്പോൾ അതിന് മാത്രം ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ഈ പറഞ്ഞ മാത്സിൻ്റെ കൂടുതലായിട്ടിടുകയും ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആവശ്യമില്ലാത്ത വേറെ ഫീൽഡിലേക്ക് പോകുന്നവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതും ആയിരിക്കില്ലേ നല്ലത്? ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ കുത്തി നിറച്ച ബ്രെയിനുമായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പഠിച്ച് 10ഉം +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അവർക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ, അതായത് യൂറോപ്യൻ കൺട്രികളിലേക്കോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലേക്കോ ഒക്കെ പോകണമെങ്കിൽ പിന്നെയും പഠിക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോകണമെങ്കിൽ IELTS, OET, ഇനിയിപ്പോൾ നമുക്ക് ജർമ്മൻ നാട്ടിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ്, ആ ലാംഗ്വേജുകൾ നമ്മൾ പിന്നെയും പഠിക്കണം. എന്തായിരിക്കും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടും ബാക്കി പുറത്ത് പോകണമെങ്കിൽ അവരുടെ അവസ്ഥ കഷ്ടമല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് ലാംഗ്വേജുകളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നില്ല? ആവശ്യമില്ലാത്ത ഈ കുറേ കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്ന ഈ സമയത്ത് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൂടെ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പഠിക്കുന്ന മലയാളം, ഈ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂടി വന്ന ഇത്ര ലാംഗ്വേജുകൾ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവുള്ളൂ. നമ്മളൊന്ന് ഈ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായ തമിഴ്നാട്, കർണാടക അവിടെയൊക്കെ ഒന്ന് പോയാൽ തമിഴ് പറയാനറിയാമോ നമ്മുടെ കുട്ടികൾക്ക്? കന്നഡ പറയാനറിയാമോ? നമുക്ക് അറിയാമോ? ചിലപ്പോൾ കുറച്ച് സിനിമകളൊക്കെ കണ്ട് കുറച്ച് തമിഴുകളൊക്കെ പറയാനറിയായിരിക്കും. അല്ലാതെ നമുക്ക് ഒരു നാട്ടിൽ ചെന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഗൾഫ് കൺട്രികളിൽ ചെന്നാൽ അറബി പറയാനറിയാവോ? എന്തുകൊണ്ട് ഇതൊന്നും ചെറുപ്പത്തിലേ അതുപോലെ ഈ +2ഉം ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ട് ജർമ്മനും IELTS, OET ഒക്കെ പഠിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലേ? എന്തിനാണ് അങ്ങനെ പിന്നീട് ഒരു ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്പെയിനിൽ പോയാൽ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലങ്ങൾ ഒത്തിരി നമുക്ക് ഇംഗ്ലീഷ് അല്ലാത്ത ഒത്തിരി ലാംഗ്വേജുകളുണ്ട്. ഇതെന്തുകൊണ്ട് നമ്മളുടെ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചു തരുന്നില്ല? അങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് തുനിയുകയാണെങ്കിൽ ഈ പറഞ്ഞ +2ഉം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ പോകേണ്ട അവസ്ഥ അവർക്ക് വരുമോ? അങ്ങനെ ചെയ്താൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറയ്ക്കുന്നതിനെ ഒക്കെ ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ അത് പ്രയോജനമാവില്ലേ? എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാവുന്ന. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള വിദ്യാഭ്യാസ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? അവരെ ഈ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ കുത്തി നിറയ്ക്കുക, അങ്ങനെ പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവർ മാക്സിമം കളിക്കാനായിട്ട് വിടുകയാണ്. നമ്മുടെ കേരളത്തിലെ വെച്ച് മറ്റുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ ഈ സ്പോർട്സ് ആയാലും നമ്മൾ ഫിലിം ഫീൽഡ് അങ്ങനെയുള്ള ഇതായാലും അറിയാൻ പറ്റും. നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ് പല സ്ഥലങ്ങളും. എന്തുകൊണ്ട്? നമ്മുടെ ചെറിയ കുട്ടികൾക്ക് നീന്തൽ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അവിടെ കുഞ്ഞിലേ മുതൽ നീന്തൽ പഠിപ്പിക്കുകയാണ്. അവിടെ കുഞ്ഞിലേ മുതൽ ഓരോ പ്രോഗ്രാംസിന്, അതായത് സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചേർക്കുകയാണ്. എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ അങ്ങനെ ഇതിലൂടെയൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എത്ര ആൾക്കാർ ഒരു ഹോട്ടലിൽ ചെറിയ ജോലികൾ തുടയ്ക്കാനും പറിക്കാനായിട്ട് നിൽക്കും. എന്നാൽ ഇവർ പുറത്ത് പോയാൽ എന്ത് പണിയും ചെയ്യും.
എന്തുകൊണ്ടാണത്? നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയിരിക്കുന്നത് ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും നഴ്സ് ആവാനും ടീച്ചർ ആവാനും അങ്ങനെ ഉന്നത പദവിയിലുള്ള ജോലികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അത് നമ്മുടെ തെറ്റല്ലേ? എന്ത് ജോലിയും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ ചെയ്യാനും എവിടെ ചെയ്യാനും ഈ നാണക്കേട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും വേണം നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട്. ഏതവസ്ഥയിലും എങ്ങനെ രക്ഷപ്പെടാനും കരകയറാനും വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. 10ാം ക്ലാസ് +2 അത് കഴിഞ്ഞ് ഡിഗ്രി എന്തൊക്കെ പഠിച്ചാലാണ് ഒരാൾക്കൊരു ജോലി നേടാൻ കഴിയുക? ഇതെല്ലാം പഠിച്ച് ഈ എഞ്ചിനീയറിങ് ഇതൊക്കെ പഠിച്ചിറങ്ങിയിട്ടും ജോലി കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്? പഠിച്ച ഫീൽഡ് മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ മലയാളികൾ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ അതായത് ഹിന്ദിക്കാർ വന്ന് തടിച്ചുകൂടുന്നു? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ പുറത്തോട്ട് പോവുകയുള്ളൂ, നല്ല ജോലികളെ ചെയ്യുള്ളൂ എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന മനോഭാവം കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതൊന്നും തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. എൻ്റെ കുട്ടിയുടെ കാര്യം, എൻ്റെ കുട്ടിക്ക് ആകെ 2 വയസ്സായിട്ടുള്ളൂ. എൻ്റെ കുട്ടിയെ ഇതിനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അതുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴേ അതിനെക്കുറിച്ച് ടെൻഷനാണ്. കാരണം ഈ കുഞ്ഞിലെ ഈ LKG UKGയിലെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന എത്ര ബുക്കുകൾ, എത്ര കാര്യങ്ങൾ, എന്തെല്ലാമാണ് അവർ പഠിക്കുന്നത്. നമ്മൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ടോ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മൾ കുത്തി നിറയ്ക്കുന്നത് ഒഴിവാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ എത്രയോ നല്ലതായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസം. ഇതൊക്കെ ഒരു നിവേദനമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ചവിട്ടുകുട്ടയിലേ പോകത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് എത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും മന്ത്രിക്കൊന്ന് തോന്നാൻ, എന്തുകൊണ്ടാണ് അവരുടെ മക്കൾക്കാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിടേണ്ട ആവശ്യമുണ്ടോ? കുട്ടികളെ ചെറുപ്പം മുതൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉയർത്തിയെടുക്കാൻ നോക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് അവരെ വിടുക. നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാതിരിക്കുക. എത്രയോ തരം ഫീൽഡുകൾ അവരുടെ ഇഷ്ടം എന്താണോ അതിലേക്ക് മാറാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങളൊന്ന് മാറി ചിന്തിക്കൂ. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ആദ്യമൊക്കെ ഒന്ന് മാറ്റിയെടുക്കൂ. നിങ്ങളെ കൊണ്ടത് പറ്റും. ഒന്ന് മാറി ചിന്തിക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.